ഓക്കെ മക്കളെ, നമ്മളപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. അത് ഈ തിയറം എന്ന് പറയുന്നത് ഏകദേശം ഈ സെക്ഷൻ നമ്മൾ 13th സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 13th സെക്ഷൻ ലാസ്റ്റ് വരുന്നൊരു തിയറാണ് ഇത്. അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓൾജിബ്ര മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ഈ നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ ഇതാവുമെന്ന് എനിക്ക് അറിയണില്ല. നിങ്ങളുടെ റെസ്പോൺസാണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കുറേ നോട്ട്സ് ഇടുന്നു, കുറച്ച് വീഡിയോസ് ഇടുന്നു, കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്തിടുന്നു. അതിൽ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് ലൈവ് റെസ്പോൺസ് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാ. സബ്ജക്റ്റ് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ 13th സെക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലോട്ട് ഇനി 3 സെക്ഷൻസ്, ഫോർത്ത് മൊഡ്യൂളിൽ 3 സെക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വെക്ടർ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ തുടങ്ങും. സെക്കൻഡ് മൊഡ്യൂൾ എനിക്ക് തോന്നും ദേവമാഷായിരിക്കും എന്ന് തോന്നുന്നു. തേർഡ് മൊഡ്യൂൾ സുചരിത ടീച്ചറായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ അതിനെന്താ ഒരു സൊല്യൂഷൻ എന്നുള്ളത് നോക്കാം നമുക്ക്. ഇപ്പോൾ സെപ്റ്റംബറോടുകൂടി കോളേജുകൾ തുറക്കാം എന്നൊരു ഇത് ശ്രുതി കേട്ടു. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം അത് പ്രാവർത്തികമാവുമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ തിയറം പറയുന്നത് 5 from G to G' ഒരു ഹോമോമോർഫിസം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കേണൽ H ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടേമാണ് കോസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോസെറ്റിനെ ബേസ് ചെയ്ത് വരുന്നൊരു തിയറാണിത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഹോമോമോർഫിസം വിത്ത് കേണൽ H തന്നിട്ടുണ്ട്. അതുപോലെ ഒരു എലമെൻറ്റ് നമ്മൾ ആ ഡൊമൈനിൽ ചൂസ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന എലമെൻറ്റ്. അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് എ, ഇമേജ് ഓഫ് എ അണ്ടർ ഫൈ എന്ന് പറയുന്ന ഫൈ ഓഫ് എ. അതെവിടെ കിടക്കുക? G'. ഇനി ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ, അതായത് ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്ന, അതായത് എ ബിലോങ്സ് ടു ജി, ഫൈ ഓഫ് എ ബിലോങ്സ് ടു G' ആയിരിക്കും. ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്ന ജിയിലെ എലമെന്റ്സുകളുടെ കളക്ഷൻ. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എലമെന്റ് ഈസ് മാപ്ഡ് ഓൺ ടു ഫൈ ഓഫ് എ അണ്ടർ ഫൈ. ഇതെന്ന് പറയുന്നത്, ഈ സെറ്റ് എന്ന് പറയുന്നത്, ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ദി ലെഫ്റ്റ് കോസെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ സെറ്റ് ആരുടെ ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം? ഈസ് ദി ലെഫ്റ്റ് കോസെറ്റ് എച്ച് ഓഫ് എച്ച്. അതേപോലെ ഇത് റൈറ്റ് കോസെറ്റും ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ സെറ്റ് എന്ന് പറയുന്നത് എച്ച് എയോടും എച്ചിനോടും ഈക്വലാണ്, അതുപോലെ എച്ച് എയോടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ സെറ്റ് എച്ചിനോടും ഈക്വലാണ്, അതുപോലെ റൈറ്റ് കോസെറ്റ് എച്ച് എയോടും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. കിട്ടിയോ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളൊരു ഹോമോമോർഫിസം ഫൈ ആൻഡ് its kernel H and one representative element from G and let it be A, then we have to show that the inverse image of or the inverse of set phi of A is the left coset AH and it must be also equal to the right coset HA. So to prove two sets are equal, here we need to show that two sets are equal. Which are the two sets here? One set is set of all x belongs to G such that phi of x is equal to phi of A. This is one set, and first we need to show that this set must be equal to the left coset AH. Similarly, we will show that this set is also equal to this right coset also. Okay, so first we need to show that these two sets are equal. So how we will show that two sets are equal? A equal to, suppose A and B are two sets. How we will show that these two sets are equal? One way for proving this is A subset or equal to B and B subset or equal to A. This technique we apply here for proving these two sets are equal, A subset B and B subset A.
So you just start from one set. You just start from set of all x belongs to G such that phi of, suppose your A is this and your B is this. To prove A is contained in B, you just choose one element from this A. This A means this set. Suppose this is your A. So you just choose an element from this set A. So suppose x belongs to set of all x belongs to G such that phi of x is equal to phi of A. Then what will happen? X belongs to this set means what is the condition for an element for belonging to this set? X belongs to this set means its image under phi is equal to phi of A, since this set is equal to phi inverse of phi of A. Sorry, phi inverse of phi of A. So x belongs to this means phi of x. ഈ condition satisfy ചെയ്യണം. Phi of x is equal to phi of A. പിന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ? ഇൻവേഴ്സ്, ഇയാളുടെ ഇൻവേഴ്സ് വെച്ചിട്ട്, ഇയാളെ ഇവിടെ കിടക്കുന്ന എലമെന്റ് ആ ജി ഡാഷിലെ എലമെന്റ് ആണ് അല്ലേ. ജി ഡാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഗ്രൂപ്പാണെന്നറിയാം. അപ്പോൾ ജി ഡാഷിലെ ഓരോ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇയാൾക്കും ഇൻവേഴ്സ് ഉണ്ട്. അയാളുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് phi of A ഇൻവേഴ്സ്, phi of A ഇൻവേഴ്സ്. ആ ഇൻവേഴ്സ് വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ എബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ അതുപോലെയുള്ള അബ്സ്ട്രാക്റ്റിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നിങ്ങൾ മെട്രിക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കണം. അതായത് ഇപ്പം ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെയും ലെഫ്റ്റിൽ ഈ എലമെന്റ് ലെഫ്റ്റിലായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ phi of A ഇൻവേഴ്സ് വെച്ചിട്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയല്ലോ. ഇനി phi ഒരു ഹോമോമോർഫിസം ആണ്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതുപോലെ ഇന്നലെ നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. phi of A ഇൻവേഴ്സ്, phi of A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പ്രൂവ് ചെയ്തിരുന്നു? phi of A ഇൻവേഴ്സ് എന്ന് ഇന്നലെ കാണിച്ചിരുന്നു അല്ലേ. ഇൻവേഴ്സ്, ഐഡന്റിറ്റി എലമെന്റ്, സബ്സെറ്റ് ഇതെല്ലാം പ്രിസർവ്ഡ് അണ്ടർ എ ഹോമോമോർഫിസം എന്ന് നിങ്ങൾക്കറിയാം. സോ യു ജസ്റ്റ് യൂസ് ദാറ്റ് പ്രോപ്പർട്ടി. സോ വാട്ട് വിൽ ഹാപ്പൻ ടു this relation changes into since phi is a homomorphism, what will happen to this condition? അത് ഈ ഇതിലോട്ട് വരും ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം. അതുപോലെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. phi of A ഇൻവേഴ്സിന് പകരം എന്ത് കൊടുക്കാം? phi of A ഇൻവേഴ്സ് കൊടുക്കാം. അഗെയിൻ അപ്ലൈ ദി ഹോമോമോർഫിസം പ്രോപ്പർട്ടി. സോ phi of A ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് വരും. A ഇൻവേഴ്സ് ഇൻറ്റു A is an element in the group G's. Okay, so phi of A inverse into A means what? Phi of A inverse into phi of A. Phi of A inverse into phi of A is the identity element in G dash. Phi of A inverse into phi of A means it is the അപ്പോൾ ഇവിടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് phi of E വരും. ആ phi of E എന്ന് പറയുന്നത്, phi ഒരു ഹോമോമോർഫിസം ആയതുകൊണ്ട് phi of E എന്ന് പറയുന്നത് ഈ ഡാഷാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പറയാം phi of Aയും അതിൻ്റെ ഇൻവേഴ്സും അത് ഈ ഡാഷാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് phi of A ഇൻറ്റു ഇത് എന്തായിട്ട് മാറും? അതിനെക്കാട്ടിലും എളുപ്പം എന്തല്ലേ? phi of A ഇൻറ്റു A ഇൻവേഴ്സ് ആയിട്ട് മാറും. അല്ലെങ്കിൽ phi of A ഇൻവേഴ്സ് ഇൻറ്റു A, അങ്ങനെയല്ലേ വരിക? phi of A ഇൻവേഴ്സ് ഇൻറ്റു A. phi of A ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താ? phi of E. phi ഒരു ഹോമോമോർഫിസം ആയതുകൊണ്ട് phi of E എന്താ? E ഡാഷ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഈ എലമെന്റ് ജി ഡാഷിലെ, അപ്പോൾ ഇൻവേഴ്സ് വെച്ച് ഈ എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ്, അത് ജി ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഡാഷ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? phi of A ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഇതിൻ്റെ മീനിങ് എന്താ? Image of A inverse X under phi is the identity element in the codomain. So what will happen to this element? This element belongs to the kernel of the homomorphism. That is, A inverse X belongs to curl phi. Okay. Also we have given that our curl phi is H. Curl phi is H. So A inverse of X belongs to H. So A inverse of X is an element in this set H means we can write A inverse X is equal to some H for H belongs to H. ഏതെങ്കിലും ഒരു H ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ വരുന്നത്? ഇനി എന്ത് ചെയ്യുന്നു? A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എ എച്ച് കിട്ടും. ഇവിടെ എന്താവും? എ ഇൻവേഴ്സ് ആവും, ഐഡൻറ്റിറ്റി ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ എച്ച്. ഇത് എവിടുത്തെ എലമെൻ്റ് ആണ്? എ ക്യാപിറ്റൽ എച്ച്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? ഇവിടെ നിന്ന് തുടങ്ങി. എക്സ് ബിലോങ്സ് ടു ദിസ് സെറ്റ് മീൻസ് implies x belongs to this coset. So what will happen to the inclusion? Inclusion means ആരുടെ subset ആണെന്ന് കിട്ടും? This set is a subset of this. Okay, you just denote it by 1. Okay, now you are moving to prove the reverse part. What is the reverse part here? ഏതാ റിവേഴ്സ് പാർട്ട് ഏതാണ്? AH subset or equal to this എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. So to prove the reverse part, you just take an element from this set, and then we will show that that element is also an element in this set. So to prove the reverse part, you just take an element from the left coset AH. Okay. So suppose y belongs to AH. Then how you can write this y? What is the form of this y? Since y belongs to AH, we can write y as AH for some h belongs to H. Okay. Then you just take the image of this y under phi. What will happen? Phi of y is equal to phi. Since y is equal to h, phi of y is equal to phi of h. Then apply the homomorphism property. Since this h is an element in capital letter H, and capital letter H എന്ന് പറയുന്നത് എന്താ? കേണൽ ഓഫ് ദി ഹോമോമോർഫിസം. കേണലിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ഏതൊരു എലമെന്റ് എടുത്താലും അണ്ടർ phi that element will be mapped down to the identity element in the codomain. So what is the image of this H under phi? Since H belongs to capital letter H and capital letter H is the kernel of the homomorphism, image of this small letter H under phi is the identity element in the codomain. The identity element in the codomain is E dash. So what will happen? Phi of A. So this implies phi of y is equal to phi of A. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ y എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ഈ സെറ്റിലെ എലമെന്റ് ആയിരിക്കും. സോ y belongs to AH implies y belongs to this set. So we can conclude that AH subset or equal to this. You just put a number here, equation number 2. So from 1 and 2, we can conclude that both the sets are equal. Similarly, in a similar approach, by using a similar argument, we can show that this set must be here. We showed that this set is equal to the left coset. Similarly, we can show that this set is also equal to the right coset HA. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഈ സെറ്റ് AHനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇതേ പ്രൊസീജിയർ പിന്തുടർന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഷോ ദാറ്റ് ദിസ് സെറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു HA. അപ്പോൾ അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? AH ഇസ് ഈക്വൽ ടു ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു HA. ഓക്കെ, അതാണ് ആ തിയറത്തിൽ പറയുന്നത്. വളരെ നല്ല ഒരു യൂസ്ഫുൾ ഒരു തിയറമാണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഇത്, ഒരു ഹോമോമോർഫിസം, ഒരു മാപ്പിംഗ് നിങ്ങൾ ലീനിയർ ആൾജിബ്ര പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ 3rd സെമ്മിലോ 4th സെമ്മിലോ എവിടെ പഠിച്ച്? ചെറിയൊരു വെക്ടർ സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്തായാലും വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഒരു ഹോമോമോർഫിസം തന്നു ഫൈ എന്ന് പറയുന്നത്. ഈ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു മാപ്പിംഗ് ആണല്ലോ. ഈ മാപ്പിംഗ് 1 ആണ്. എപ്പോൾ? ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതിൻ്റെ കേണൽ എന്ന് ഹോമോമോർഫിസം കിട്ടിയാൽ വി ക്യാൻ ഫൈൻഡ് ദി കേണൽ ഓഫ് ദാറ്റ് ഹോമോമോർഫിസം. ആ കേണലിനകത്ത് ഐഡൻറ്റി, കേണൽ ഈസ് ഓൾവേസ് നോൺ എംപ്റ്റി, അത് നിങ്ങൾക്കറിയാം. അതിനകത്ത് ഐഡൻറ്റി എലമെൻറ്റ് വരും. ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദി ഡൊമൈൻ എന്നൊക്കെ ഞാൻ ഇന്നലെ പ്രൂവ് ചെയ്ത് തന്നതാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കേണൽ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ ഇ, അതിനകത്ത് ഐഡൻറ്റി എലമെൻറ്റ് മാത്രമാണ് വരുന്നതെങ്കിൽ ആ മാപ്പിംഗ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തിരിച്ചും മാപ്പിംഗ് 1 ആണെങ്കിൽ എന്താ, അത് പിന്നെ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. മാപ്പിംഗ് 1 ആണെങ്കിൽ കേണലിനകത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഐഡൻറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ പാർട്ട് ക്ലിയർ ആണ് അല്ലേ? ഈ പാർട്ട് ഫൈ ഇസ് 1 ഫൈ 1 ആണെങ്കിൽ കേൾ ഫൈ ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ. എന്തുകൊണ്ടാണ്? ഫൈ ഒരു ഹോമോമോർഫിസം ആണ്.
ഫൈ ഒരു ഹോമോമോർഫിസം ആണെങ്കിൽ ഹോമോമോർഫിസത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് ഇ ഡാഷ് ആണ് അല്ലേ. ഫൈ 1 ആണെങ്കിൽ നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഒരു പാർട്ട് കേട്ടോ. അടുത്ത വേറെ പാർട്ട് ഉണ്ട്, അത് കുറച്ച് 2-3 സെൻറ്റൻസ് പറയാനുണ്ട്. ഞാൻ എളുപ്പമുള്ള കാര്യം ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫൈ 1 ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഓൾസോ വി നോ ദാറ്റ് സിൻസ് ഫൈ ഇസ് എ ഹോമോമോർഫിസം, ഇ എന്ന് പറയുന്ന ജിയിലെ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ ഫൈ ഒരു ഹോമോമോർഫിസം ആണെങ്കിൽ ആ ഹോമോമോർഫിസം ഇയെ എങ്ങോട്ട് കൊണ്ടുപോകും? ജി ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഇന്നലെ കണ്ടതാണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്തതിൽ വന്നിട്ടുള്ളതാണത്. കിട്ടിയോ? അപ്പോൾ ഇവിടെ ഫൈ ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടി. ഫൈ 1 ആണ്. അപ്പോൾ ഇവിടെ കേൾ ഫൈ എന്താ വരിക? കേൾ ഫൈ ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ. അപ്പോൾ ഒരു പാർട്ട് ക്ലിയർ ആണ്. ഫൈ 1 ആണെങ്കിൽ കേൾ ഫൈ സിംഗിൾട്ടൺ ഇ. മറ്റേ പാർട്ട് എന്താ? കേൾ ഫൈ സിംഗിൾട്ടൺ ഇ ആണെങ്കിൽ ഫൈ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് എങ്ങനെ പ്രൂവ് ചെയ്യും? കേൾ ഫൈ ഇസ് ഈക്വൽ ടു, അതാണ് അവിടെ പറയുന്നത്, കേൾ ഫൈ ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫൈ 1 എന്ന് പ്രൂവ് ചെയ്യണം. ഒരു മാപ്പിംഗ് എപ്പോഴാണ് 1 ആണെന്ന് പറയുക? അപ്പോൾ നോക്കൂ, ഞാനിങ്ങനെ വെൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് എയും ബിയും ഒരു മാപ്പിംഗ് എഫ്. ഇത് 1 ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എന്താ വരേണ്ടത്? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വരണം അല്ലേ. എയ്ക്കും ബിക്കും ഒരേ ഇമേജ് വരാൻ പാടില്ല. അതാണല്ലോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇംപ്ലൈസ് എക്സ് ഇമേജസ് ഈക്വൽ ആണെങ്കിൽ എലമെൻസും ഈക്വൽ ആവണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ്, ഇതിൻ്റെ മറ്റേ പാർട്ട് എന്താ? നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആവണം. അതല്ലേ 1 മീനിങ്. അപ്പോൾ ഇവിടെ നമുക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കേൾ ഫൈ എന്ന് പറയുന്നത് ട്രിവിയൽ ഗ്രൂപ്പ് സിംഗിൾട്ടൺ ഇ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു എലമെൻറ്റ് ജിയിലൊരു എലമെൻറ്റ് എടുത്തു, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആർബിട്രറിലി ചൂസ് ചെയ്തു. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫൈ ഓഫ് എ അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിൽ നിന്ന് ചൂസ് ചെയ്തു. ഇനി നമ്മൾക്കറിയാം, തൊട്ട് മുൻപ് നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്തു. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ആരായിരുന്നു? എ എച്ച് ആയിരുന്നു. ഇവിടെ എച്ച് എന്ന് പറയുന്നതാണ്. എച്ച് കേണലിനല്ലേ എച്ച് എന്ന് ഡിനോട്ട് ചെയ്ത തീരത്തിനകത്ത്. അപ്പോൾ ഇവിടെ കേണൽ ആരാ? എച്ച് ആരാ? സിംഗിൾട്ടൺ ഇ. അപ്പോൾ ഈ സെറ്റ് ബൈ ദാറ്റ് തിയറം, എബോ തിയറം പ്രകാരം ദിസ് സെറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എ സിംഗിൾട്ടൺ ഇ. എ സിംഗിൾട്ടൺ ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിംഗിൾട്ടൺ എ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ജിയിലെ എലമെൻസുകൾ, എങ്ങനെയുള്ള എലമെൻസ്? ഇത് എന്താ ഈ സെറ്റിന്റെ പ്രത്യേകത എന്താ? ജിയിലെ എലമെൻസുകളുടെ കളക്ഷനാണ്. എങ്ങനെയുള്ള എലമെൻസുകളുടെ കളക്ഷൻ? എങ്ങനെയുള്ള ജിയിലെ എലമെൻസുകളുടെ കളക്ഷൻ? അണ്ടർ ഫൈ ആ എലമെൻസ് എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ഇതായിരുന്നില്ലേ ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ ആയിരുന്നില്ലേ ഇത്? അതിന്റെ മീനിങ് എന്താ? ജിയിലെ എലമെൻസുകളുടെ കളക്ഷൻ സച്ച് ദാറ്റ് ആ എലമെൻസ് ആരിലോട്ട് മാപ്പ് ചെയ്യുന്നു? ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെന്താ? ജിയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു, എ എന്ന് പറയുന്നത്, അതിന്റെ ഇമേജ് ഫൈ ഓഫ് എ ആണെന്ന് അറിയാം അല്ലേ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ആർബിട്രറിലി ആണ് നമ്മൾ എ എന്ന് പറയുന്ന എലമെന്റ് ജിയിൽ നിന്ന് ചൂസ് ചെയ്തത്. അതിന്റെ ഇമേജ് ഫൈ ഓഫ് എ ആണെന്ന് നിങ്ങൾക്കറിയാം. നമുക്കിന്ന് പ്രൂവ് ചെയ്യാനുള്ളത് ഈ മാപ്പിംഗ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇനി വേറെ ഒരു എലമെന്റിന്റെ ഇമേജ് ഫൈ ഓഫ് എ വരാൻ പാടില്ല. കിട്ടിയോ? അപ്പോൾ എയുടെ ഇമേജ് ഫൈ ഓഫ് എ കിട്ടി. ഇനി വേറൊരാൾക്ക് ബിയുടെ ഇമേജ് ഫൈ ഓഫ് എ ആയിക്കഴിഞ്ഞാൽ 1 ആവില്ല. അപ്പോൾ ടു പ്രൂവ് ഫൈ ഇസ് 1 നമുക്ക് എന്ത് ചെയ്യണം? ഈ സെറ്റ് എന്ന് പറയുന്നത്, ഈ സെറ്റ് എന്താ? ജിയിലെ എലമെന്റ്സുകളുടെ കളക്ഷൻ, ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്ന ജിയിലെ എലമെന്റ്സുകളുടെ കളക്ഷൻ. അപ്പൊ എ മാത്രമേ ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കിട്ടണം? ഈ സെറ്റ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ എ ആയിട്ട് കിട്ടണം അല്ലേ. അപ്പൊ നോക്കൂ, അത് പ്രകാരം നമുക്ക് എന്ത് പറഞ്ഞു? സിംഗിൾട്ടൺ എ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ജിയിലെ എലമെന്റ്സുകളിൽ ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾ എന്ന് പറയുന്ന ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. എ മാത്രമാണോ ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നത്?
ഇനി അടുത്തൊരു ബി എടുത്തു കഴിഞ്ഞാൽ ആ ബി ആരിലോട്ട് മാപ്പ് ചെയ്യും? ഫൈ ഓഫ് ബിയിലോട്ട് മാപ്പ് ചെയ്യും. അപ്പോൾ ബി മാത്രമാണ് ഫൈ ഓഫ് ബിയിലോട്ട് മാപ്പ് ചെയ്യുന്നത്. കാരണം ഈ സെറ്റ് സിംഗിൾട്ടൺ ബി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഫൈ ഓഫ് എയിലോട്ട്, ബി ഫൈ ഓഫ് ബിയിലോട്ട്. നമുക്കപ്പോൾ എന്ത് പറയാം? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫൈ എസ് എന്നുണ്ടോ? ദാറ്റ് ഈസ് ഫോർ എവറി എ ബിലോങ്സ് ടു ജി ദി എലമെന്റ്സ് മാപ്ഡ് ഇൻ ടു ഫൈ ഓഫ് എ ആർ പ്രിസൈസ്ലി ദി എലമെന്റ്സ് ഓഫ് സിംഗിൾട്ടൺ എ. പ്രിസൈസ്ലി ദി എലമെന്റ്സ് ഓഫ് സിംഗിൾട്ടൺ എ. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ആകെ ഒരാൾ. അപ്പോൾ എ മാത്രമാണ് ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ ബി എടുത്തു കഴിഞ്ഞാൽ ബി മാത്രമാണ് ഫൈ ഓഫ് ബിയിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫൈ എസ് 1 1. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് പറയുന്നുണ്ട് ഇവിടെ. ഫൈ 1 1 ആണെങ്കിൽ കേണൽ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ ഇ ആണെന്നുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ.